ഹലോ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ശേല നോക്ക്, ഇതാണ് എൻ്റെ ഫ്രണ്ട്. അവൻ ഇൻവെർട്ടറാണ്. അതെ, ഇൻവെർട്ടറാണ്. അവന് ക്യാമറ കണ്ടപ്പോൾ ഉള്ളാൻ മുട്ടു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നേരെ അടുത്ത ടോൾ പിടിക്കണം. അപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാണിക്കാം. ഞങ്ങളിപ്പോ ബാംഗ്ലൂര് ഞങ്ങള് സ്റ്റേ ചെയ്ത വീടിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് ഹംപിയിലേക്കാണ് വേണ്ടത്. ഹംപിയിലേക്ക് പോകാനായിട്ട് ഇവിടെ ഈ സിറ്റിയിലുള്ള നിന്നാലൊന്നും ലിഫ്റ്റ് കിട്ടാൻ കാര്യങ്ങളൊന്നും ഇല്ല. ഈ സിറ്റിയിൽ നിന്ന് മാറണം, എന്നാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മെട്രോയില് മടിവാര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നടക്കണം. പിന്നെ നടന്ന് പിന്നെ ലിഫ്റ്റ് കിട്ടണം. അതുപോലെ പിന്നെ ആ ഒരു സൈഡിലേക്കാണ് ഹംപിയിലേക്ക് പോകുന്ന റൂട്ടുള്ളത്. NH ഹംപിയിലേക്ക് പോകണം. അപ്പൊ ആ ഒരു ഇത് എത്തിയിട്ട് അവിടെ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ മധുവര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് 55 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലമുണ്ട്, തുമുകുരു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് പോകണം. ഹംപിയിലേക്ക് ഇനി ഹംപിയിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പൊ ഫസ്റ്റ് ലൊക്കേഷൻ തുമുകുരു ആണ്. പോയിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇവിടെ ഒരു ഹെലിപാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെലികോപ്റ്റർ ഉണ്ടാകുന്ന ഇവിടെ വന്ന് ഇറക്കാറുണ്ട്. മെട്രോ സ്റ്റേഷനാണ് ഇത്. ഞങ്ങൾ ഇവിടുന്ന് പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ? പൂരി ഓർഡർ ചെയ്തു. 2 വെച്ചാ മേടിച്ചേക്കണ. നാല് പൂരി പോലത്തെ സാധനം 80 രൂപ, ഒരെണ്ണം 20 രൂപ. പക്ഷേ ലോക്കല് ഇങ്ങനെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷെ ഇത്ര വില ഉള്ളതെന്ന് വിചാരിച്ചില്ല. ഹൈ റിച്ച് ഫുഡായി പോയി. കുഴപ്പമില്ല, ഫുഡ് നല്ലായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാശ് നല്ല സീനാണ്. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ലിഫ്റ്റ് കിട്ടുമെന്നാണ് നോക്കണ്ടേ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉള്ള കടകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ചായക്കടയൊക്കെ 7 മണിയാകുമ്പോൾ തുറക്കും. ബാക്കിയുള്ള കടയൊക്കെ 10 മണിയാവാതെ അവര് കട തുറക്കൂല. തുറന്നിട്ടാലും 10 മണിക്ക് അവര് എന്താ പറയാ സെയിൽസ് തുടങ്ങുള്ളൂ. അങ്ങനെ ഇപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് 2 ട്രൗസേഴ്സ് മേടിക്കാന്നും പറഞ്ഞ് കയറിയാ, പക്ഷെ 10 മണിക്ക് മാത്രമേ അവര് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല, നേരെ നടക്കുക അടുത്ത ഡെസ്റ്റിനേഷൻ. ഞങ്ങള് പെട്രോൾ പമ്പിൽ കിടക്കുന്ന വണ്ടികളോടൊക്കെ കുറെ ചോദിച്ചു. പക്ഷെ 2 പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ വണ്ടിയാണിത്. आपका नाम क्या है? शाहिद. आपका? मोहम्मद रफीज. कहाँ से? जम्मू कश्मीर. आप? तुम तीनों? അപ്പൊ ഇവരാണ് ഈ വണ്ടിയുടെ. ഇവര് ഞങ്ങൾക്ക് ലിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് കുറെ വണ്ടിക്കാരോട് ചോദിച്ചു. പക്ഷെ ആരും കുറെ പേരുടെ അടുത്ത് ചോദിച്ചു, നിർത്തിയിട്ട വണ്ടി ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറെ പേരോട് ചോദിച്ചു. ചെറിയ ആൾക്കാരോട് അടക്കം. പക്ഷെ ആരും സമ്മതിച്ചില്ല. അവസാനം ഇവരുടെ അടുത്ത് ചുമ്മാ ഒന്ന് ചോദിച്ചാ ഇവര് കയറിക്കോ ഞങ്ങളാക്കാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു വീഡിയോ എടുക്കുക. അവർക്ക് ഭയങ്കര ഉഷാറായിരുന്നു. യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞു കൊടുക്കണം അവർക്ക്. അവര് കേറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. കേറാൻ നോക്കട്ടെ. സ്ഥലത്തെ വണ്ടി അവര് ഞങ്ങളോട് കേറാൻ പറഞ്ഞിട്ടുണ്ട്. അവര് ചായ കുടിക്കാൻ പോവാന്നാ പറഞ്ഞ. അപ്പൊ കേറി ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു. ഇനി നേരെ കേറണം. വണ്ടിയിൽ നല്ല സ്പേസ് ഉണ്ടെന്ന് തോന്നണം. 3 പേരുണ്ട് മൊത്തം. അവര് മാത്രമായിട്ട് 3 പേര്, പിന്നെ ഞങ്ങള് 2 പേര്. ഇത് നല്ല സെറ്റപ്പാണ്. ഇവിടെ ഇതിന്റെ ഉള്ളില് എന്തൊക്കെ സെറ്റപ്പാ കാര്യങ്ങള്. ഫുള്ള് സെറ്റപ്പാണ് സംഭവം. അതാ വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്. കാര്യങ്ങള് നല്ല സെറ്റപ്പാണ്. ഇതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലം. ഇത് എങ്ങനെയാ ഇതിന്റെ ഉള്ളിൽ ഇവര് താമസിക്കും? ഒരു വീട് തന്നെ, ഒരു റൂം തന്നെ ഇതിന്റെ ഉള്ളിലുണ്ടല്ലേ. ഇവിടെ എന്താണ് വണ്ടി എടുത്ത് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് വെച്ച് ഇതാ
തലക്കൊക്കെ അടിച്ച ചത്ത്. ഈ വണ്ടിയില് കണ്ടോ എല്ലാം ഫുള്ള് കവർ ചെയ്ത് ഫുള്ള് ഡിസൈൻ കണ്ട മേളില് നല്ല വൃത്തിയുണ്ട്. നമ്മുടെ ഇവിടെ ഒക്കെ ഒരു ഓട്ടോറിക്ഷയിലൊക്കെ കിടക്കണ പോലെ. കൊള്ളാം എന്തായാലും അടിപൊളി. भाई आपका नाम क्या है? फाकर. थैंक यू. കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്. कहाँ जाना है? जा रहे हैं मुंबई. मुंबई. हाँ. हाँ. गाड़ी में क्या है? गाड़ी में स्पेयर पार्ट का सामान. സ്പെയർ പാർട്സ് का. വണ്ടിയില് സ്പെയർ പാർട്സിന്റെ സാധനങ്ങളാണ് പറഞ്ഞത്. മുംബൈയിലാണ് പോണേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കൊറേ നടന്നു. ആ മെട്രോ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ നടന്നു കൊറേ നടന്നു. നടക്കാൻ നേരത്തെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ബൈപ്പാസ് റോഡ് വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പറ്റും. നമുക്ക് ഒന്നും ലിഫ്റ്റ് കാണിക്കാൻ പറ്റൂല. ഒന്നും കൂടി പോണ വണ്ടി അപ്പൊ ഇങ്ങനെ ഞങ്ങൾ തോന്നണ പോലെ വണ്ടി ലോഡത്താവളം പോലെ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഈ പുള്ളിയോട് ചോദിച്ചത്. അതിന് മുമ്പ് വേറെ കുറെ വണ്ടി ഇട്ടേണ്ടായി. പക്ഷെ അവരോടൊക്കെ ചോദിക്കാതെ പമ്പിലുണ്ടായിരുന്ന വണ്ടീനോട് ചോദിക്കാതെ ഇങ്ങനെ താല്പര്യമില്ല. ചിലര് നോന്ന് പറയും, ചിലര് ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ. ഇവരോട് ഒന്ന് പറഞ്ഞപ്പോ തന്നെ ഇവര് ഭയങ്കര കമ്പനി ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഇതായിരുന്നു. ഈ വണ്ടി നേരെ മുംബൈയിലേക്ക് പോകണം. നമുക്ക് നോക്കിയിട്ട് അടുത്തുള്ള ഡെസ്റ്റിനേഷനിൽ ഇറങ്ങണം. ഞങ്ങളെ സ്നാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. സ്നാപ്പ് പൊളിയാണെന്ന്. आप अकेले जाते हैं मुंबई में? केरला आते हैं? अकेले जाते हैं. हाँ हम केरला से हैं. केरला से. हाँ हम इंडिया देखने के लिए. अभी कहाँ जा रहे हैं? अभी हम हम्बी. हम्बी. हाँ हम्बी कौन सा स्टेट है? हम्बी. हाँ कौन सा स्टेट? കർണാടക സ്റ്റേറ്റ്. कर्नाटका स्टेट में है. आपका रास्ता कहाँ से है? इधर से? हमारा इधर से हुबली हो गए. हाँ हुबली कोल्हापुर हो गए. कोल्हापुर. हम ബായി ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റപ്പ് ആക്കിയുണ്ട്. പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. ഉള്ളിൽ കാണാനും നല്ല വൃത്തിയാണ്. അതേപോലെ തന്നെ കുറച്ച് കുപ്പി ഉണ്ടെങ്കിലും ബാക്കി ഫുള്ള് പുള്ളി നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും. വലിയ വണ്ടിയിൽ വലിയ മെഷീൻസും ഏതെങ്കിലും മെഷീൻസോ കമ്പനികളിലായിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല നീളം കാര്യങ്ങളൊക്കെയാ. നമ്മൾ ഈ യാത്രകളൊക്കെ പോവാ ഇങ്ങനെ ഈ ലോറിക്കാരൊക്കെ നമ്മള് യാത്ര ചെയ്യണമല്ലേ ലോറിക്കാര്. നമ്മള് ലോറിയിൽ യാത്ര ചെയ്യണം, അവര് ലോറി ഓടിച്ചോണ്ട് ഞങ്ങൾ സൈഡിൽ ഇരുന്ന് പോകണം. അതുപോലെ തന്നെയാണ് ലോറിക്കാര്. ഇവർക്കും ഇതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ ആ ഒരു മെത്തേഡാണ്. ഈ കുളിക്കണേം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പമ്പുകള് ഉള്ള സൈഡുകളില് അങ്ങനെയൊക്കെയാണ് കുളിക്കണത്. കുളിക്കാന്നാണ് അവര് പറയണത്. ഇവിടെ കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പമ്പിൽ പോയാൽ കുളിക്കാന്നാ പറയുന്നത്. പമ്പില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ പറ്റും. ഞങ്ങളുടെ പയ്യ പെട്രോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഡീസൽ വണ്ടിയിൽ ഇതിന് പെട്രോൾ ഒന്നും അറിയില്ല. പെട്രോൾ വിൽക്കുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചു നോക്കാം എന്തിനാണ്. എന്തിനായിരിക്കും പെട്രോൾ ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഞങ്ങളുടെ വണ്ടിയിൽ കൂളറൊക്കെ ഉണ്ട്. AC ഇല്ലെങ്കിൽ എന്താ കൂളറുണ്ട്. സെറ്റപ്പാ. ആ പുള്ളിനോട് ഇതിനോട് ചോദിച്ചോ പുള്ളി അറിയണ ഇത് ഡീസൽ വണ്ടിയാണ്. പക്ഷെ പെട്രോൾ ഒഴിക്കണത് എഞ്ചിനിലൊക്കെ ഉള്ള കച്ചറയൊക്കെ പോവാനായിട്ട് നല്ലതാണെന്ന് പറയണം. കുറച്ച് പെട്രോൾ മാത്രം നല്ലതാണ്. എഞ്ചിനിൽ എന്താ മറ്റേ പൊടിയും കഴുതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീനാവൂന്നാ പുള്ളി പറഞ്ഞ. മുപ്പര് 16-ാമത്തെ വയസ്സ് തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചാന്ന് പറഞ്ഞത്. വണ്ടി ഓടിച്ചോടി 16-ാമത്തെ വയസ്സ് പോലും വണ്ടി ഓടിച്ചോടി. വണ്ടി ഓടിച്ചു തുടങ്ങി 24 വയസ്സായി. പുള്ളിക്കാരന് വണ്ടിയുടെ അത്യാവശ്യം എല്ലാ കാര്യവും പുള്ളി വെച്ചേക്കാ. പുള്ളിക്ക് എന്റെ മെക്കാനിക് കാര്യങ്ങളെല്ലാം അറിയാന്ന് പറഞ്ഞ ഫുള്ള് കാര്യങ്ങള്. ആളടിപൊളിയാ, നല്ല കമ്പനിയാ. പുള്ളിയുടെ മുമ്പേ വരെ പോയാലോന്നുണ്ട്. പക്ഷെ ഞങ്ങള് ഹംപിയിൽ ഇറങ്ങി ഹംപി കാണണമെന്നുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങും. പുള്ളിയുടെ വീട് ജമ്മു കാശ്മീരാണ്. അപ്പൊ പുള്ളി ജമ്മു കാശ്മീർ വരുമ്പോ പുള്ളിയുടെ ഗ്രാമത്തിലേക്ക് ഞങ്ങളുടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ കാവില് ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം. അവിടെ ഗ്രാമത്തിലുള്ള കാഴ്ചകൾ, അവിടെ പുള്ളിയുടെ വീടിന്റെ അടുത്തൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാൻ നേരത്ത് പുള്ളിയുടെ സ്ഥലത്ത് പോകണം. പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്.
കുറെ സാധനങ്ങളൊക്കെ കാണും. മറ്റേ വിൻമില്ലിന്റെ ലീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല നീളമുള്ളതൊക്കെയാണ്. എങ്ങനെയും നിങ്ങൾ കൊണ്ടോണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഇഷ്ടംപോലെ റോട്ടികളെ ഹൈവേകളെ പോയിട്ട് കുറെ സാധനങ്ങൾ. ചില വണ്ടികളൊന്നും പകലോടില്ല, രാത്രി മാത്രം പോകുന്നത്. അങ്ങനെ കുറെ ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളെ പടക്കുതിര. ഇന്ധനം അടിക്കാൻ കയറ്റിയേക്ക. നല്ല വലിയ വണ്ടിയാണ്. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നാണ്. ഡീസൽ ടാങ്ക് എത്രയാണാവോ? कितना डीजल देखते हैं? थोड़ा था। ये टांग कितना है? टांग टोटल 360. 360. 350 ലിറ്റർ ഉണ്ട് ടാങ്ക് ഫുള്ള് എന്ന് പറഞ്ഞ. ഇവിടുന്ന് എത്ര അടിക്കുന്നറിയില്ല. ഫുൾ ടാങ്ക് കറക്റ്റ് ഫുൾ നെയ് ഡീസൽ അടിക്കണം. മുംബൈയിലേക്കാണ് പയ്യെ പോണത്. അപ്പൊ ഹംപിയുടെ അടുത്തേക്കാണ്. ഹംപിയുടെ അടുത്തേക്കാണ് തന്നെ ഒരു 100 കിലോമീറ്റർ ഇപ്പുറത്തെ റോട്ടിലേക്കാണ് പുള്ളി പോണത്. ഞങ്ങൾ അവിടെ ഇറക്കാന്ന് പറഞ്ഞു പോയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഹംപിയിലേക്ക് പോകണം. ഇന്ന് ഹംപി എത്തണമെന്നാണ് ആലോചിക്കണേ, വിചാരിക്കണത്. എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് പോണം. പയ്യ ജ്യൂസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് എന്നത്തിന്റെ ഒരു ട്രോള് കഴിഞ്ഞപ്പോ നിർത്തിയതാ. എന്ത് ജ്യൂസാ ഉള്ളതെന്ന് അറിയില്ല. എന്തായാലും നോക്കട്ടെ. ബദാം ഷേക്ക്. എന്താ ബദാം ഷേക്കോ? കൊള്ളാം, സാധനം കൊള്ളാം. വായിക്ക് നിർബന്ധം കുടിക്കണോന്ന്. സാധനം കൊള്ളാം. ഇതാ ഞങ്ങളിങ്ങനെ ഇത് ഇവിടെന്ന് എന്താ ബദാം ഷേക്ക് കുടിച്ച്. ബദാം മിൽക്ക് സാധനം അടിപൊളിയായിരുന്നു. നിനക്ക് ഇഷ്ടായ? കഴിക്കാനുള്ളതെന്ന് പറഞ്ഞ ആദ്യം കഴിക്കാനുള്ളതെന്ന് പറഞ്ഞ, പക്ഷെ ഇവര് 3 എണ്ണം പറഞ്ഞിട്ടുണ്ടായി. ഞാൻ പണ്ട് ഹിമാചലിലായിരുന്നപ്പോ ഈ സാധനം കുറെ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് വലിയ ഗുമ്പ് തോന്നിയുണ്ടായില്ല. ഈ സാധനം കൊള്ളാട്ടോ, ഇവിടെ നിന്ന് കിട്ടിയ സാധനം കൊള്ളാം. ഞങ്ങള് കഴിച്ച് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു അതിന്റെ ഉള്ളിൽ കിടന്നിട്ട്. എനിക്ക് കുറച്ച് ഉറക്കക്ഷീണം ഉണ്ടായി. ആ സമയത്ത് ഇവൻ നല്ലപോലെ പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഈ പൈസ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഈ പുള്ളി സമ്മതിക്കണില്ല. പുള്ളി തന്നെ കാശ് കൊടുക്കുക. ഞങ്ങളുടെ പൈസ പുള്ളി കൊടുത്തേ. ഞങ്ങള് കുറെ പറഞ്ഞ് ഞങ്ങളെടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ ഗ്രാമത്തിലോട്ട്. പുള്ളിയുടെ ഗ്രാമത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ അത് ജമ്മു കാശ്മീര് പുള്ളി സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ജമ്മു കാശ്മീര് പോവാണെങ്കിൽ പുള്ളിയുടെ ഗ്രാമത്തിലേക്കൊക്കെ പോണം. അവിടെ ഒരു പുതിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇവര് വെള്ളച്ചാട്ടം പുള്ളി കാണിക്കാന്നൊക്കെ പറഞ്ഞു. പുള്ളി അവരെ ലോക്കൽസിന് മാത്രം അറിയാവുന്ന വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. അവിടെ കുറെ കാണാൻ പറ്റുന്ന നല്ല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയുടെ മേളിലായിട്ട് ഇങ്ങനെ ചെത്തി ഉണ്ടാക്കിയ സ്ഥലം. ഇതാണ് ഞങ്ങളുടെ പയ്യ. ഞങ്ങക്ക് ഷെയ്ക്കൊക്കെ വാങ്ങിച്ചു തന്നു. ഞങ്ങള് പൈസ കൊടുക്കാന്ന് വെച്ചിട്ട് കേക്കല്ല, എന്താന്നറിയില്ല. तो बोलो हाई बोलो फैंस के लिए, हमारा यूट्यूब फैंस के लिए हाई बोलो. പാവം പയ്യാണ്. അല്ലാണ്ട് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മള് ഇവിടുന്ന് പോവാണ്. ഇനി ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ കൂടി കണ്ടിട്ടുണ്ട് അല്ലേ? മയിൽവാഹനല്ല, പടക്കുതിര. നമ്മള് മയിൽവാഹനം കണ്ട അവസാന അവിടെ എന്താണ്ടൊരു സാധനം കിടക്കണു. എന്താണോ വലിയൊരു വണ്ടി നിറച്ച സാധനം. പോണവയ്ക്ക് മുഴുവൻ കാറ്റാടി. ഞങ്ങളൊരു ദാബേല് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഹിന്ദിക്കാരുടെ ഇവിടെ എന്താ ഉള്ളതെന്നറിയില്ല കഴിക്കാൻ. അകത്തേറി നോക്കണം. ഇവിടെ ദാബേല് സെറ്റപ്പായിട്ട് ഇതിങ്ങനെ പ്രത്യേക രീതിയിൽ ഇവിടെ ഇരിക്കണേ എന്താ അങ്ങനെ ശമ്പരം മേടിച്ചിരിക്കണേ ഈ ടേബിളിന്റെ മേളില്, ഇതിന്റെ മേളില്. നല്ല രസമുണ്ട് സംഭവം. എന്തോ ദാബ, ഹിന്ദി ദാബ. എന്ത് കഴിക്കണോന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പൊ അത് ചോദിക്കണ്ട്. വൈകി ഇവിടെ ഇരിക്കണ്ട്. എന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന ഞങ്ങൾ ചപ്പാത്തിയോ റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാണ് ഇരിക്കണേ. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്.
എന്തെങ്കിലും കഴിക്കണം. വന്നിരുന്നപ്പോ തന്നെ സവാളയും മുളകും നാരങ്ങയും എന്തിനാണ് നാരങ്ങ ഉണ്ടാക്കി കുടിക്കാൻ, എന്തിനാണത്? അത് കറിയിൽ പിഴിഞ്ഞൊഴിക്കാനും ഇത് കടിച്ചു തിന്നാനും അങ്ങനത്തെ സെറ്റപ്പ് ആണ്. എങ്ങനെയാണെന്നറിയില്ല, അണ്ണനോട് ചോദിച്ചു നോക്കാം. വയനാട് ഇത് വെണ്ടയ്ക്ക, ഇത് എന്താന്ന് സേമിയോയോ എന്താ മനസ്സിലായില്ല. എന്തായാലും കഴിച്ചു നോക്കിട്ട് പറയാം ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കൊണ്ട് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. അതിന് പിഴിഞ്ഞു വയ്ക്കാം, അതിനകത്ത് പിഴിഞ്ഞു വയ്ക്കണം. മെയിൻ സാധനം ഇപ്പോഴാ വന്നേ? ആയിക്കോട്ടെ. മെയിൻ സാധനം മനസ്സിലായി. സംഭവം ഇതെടുക്കുക കഴിച്ചോളുക, വേറൊന്നുമില്ല. പിന്നെ ഇതിന്നൊക്കെ പിച്ചു വെച്ച് അങ്ങനെയാ മൂപ്പര് പറയണേ. സംഭവം സെറ്റാണ് അല്ലേ? താങ്കളാ ചെറിയ സംഭവം കഴിച്ച പറ്റിയുടെ സേമിയ പോലെ എന്താന്നുണ്ട്, ഇതൊന്നും അറിയില്ല. സേമിയ പായസത്തിൽ മഞ്ഞപ്പൊടി ഇട്ടാന്ന് തോന്നുന്നു. ഇത് സാധനം കൊള്ളാം. കഴിച്ചിട്ട് വരാം. ഞങ്ങളിവിടുന്ന് റൊട്ടിയും പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ, റൊട്ടി, വെണ്ടയ്ക്ക ഫ്രൈ, റൊട്ടി, പിന്നെ സേമിയോ പോലത്തെ ഒരു സാധനം. അതിന്റെ ഇതെന്താന്ന് അറിയില്ല. നല്ല മഞ്ഞപ്പൊടി കൂടുതലായിട്ട് ഇട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. 2 റൊട്ടി ഇതും കഴിച്ചു. സവോള, മുളകും നാരങ്ങ. സംഭവം അടിപൊളിയായിരുന്നു. ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ ദാബ, ഇതാണ് ദാബ. അവിടെ ദാബ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് പൈസ കൊടുപ്പിക്കണല്ലേ ഈ പുള്ളി, അതാണ് പ്രശ്നം. ഞങ്ങള് പറഞ്ഞു ഞങ്ങള് കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് കേക്കള. അപ്പൊ പറയാ ട്രാവൽ ചെയ്യണല്ലേ, നിങ്ങക്ക് കുറെ ദൂരം പോകാനുള്ളേ, നിങ്ങൾ പൊയ്ക്കോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൊടുത്തോളാന്ന് പറഞ്ഞ് പുള്ളി കൊടുക്ക. ഇങ്ങനെയുള്ള മനുഷ്യര് ഇവിടെ ഉണ്ടല്ലോ എന്നാണ് നമ്മള് ചോദിക്കും. കുറെ പേരൊക്കെ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ, അത് എല്ലാവരും അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളവരും ഉണ്ട്. എന്തായാലും നല്ല ഫുഡായിരുന്നു ദാബേലത്തെ. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കാറ്റടിയന്ത്രമൊക്കെ ഇവിടെ കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട്. കുറെ ചുറ്റും കാറ്റടിയന്ത്രങ്ങളൊക്കെയാ. ഇവിടെ കുറെ വണ്ടികളൊക്കെ വന്ന് നടക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങളെ വണ്ടി ഇതാണ് ദാബ. പൊടിയുണ്ട്, ഹൈവേ ആയോണ്ടാ തോന്നുന്നു. आपके घर में हम आएंगे उधर जम्मू कश्मीर में। गाँव का नाम क्या है? जम्मू कश्मीर राजौरी, डिस्ट्रिक्ट राजौरी, तहसील करवा। हाँ, हम उधर आएंगे। थैंक यू भाई। अच्छा भाई है भाई, हम जैसे जाकर कॉल करें। ഉദർ ആത്തെ വക്ത് കോൾ കരേഗാ. ഇനി നമ്മളിവിടെ പുള്ളി ഇവിടെ ലോറിത്താവളത്തിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഞങ്ങളെ, ദാബ പോലത്തെ സ്ഥലത്ത്. ഇവിടുന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം പോവാൻ. ഞങ്ങളിതാ ഇവിടുന്ന് നടക്ക NH കട ഇങ്ങനെ. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് ഹോസ്പിറ്റൽ എന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് പോകണ്ട. ഹംപി എന്നല്ല, ഹോസ്പിറ്റൽ എന്ന് പറയും. ഹംപിയുടെ അടുത്തുള്ള വലിയ സ്ഥലമാണ്. ഹോസ്പേഡ്. അപ്പൊ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് വൈകി പറഞ്ഞ് ഹോസ്പേഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആൾക്കാർ കൊണ്ടുവന്നാക്കുന്ന പറഞ്ഞേ. ഹംപി എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങടേക്ക് ആരും പോകണ്ടാവില്ല, ഹോസ്പേഡിലേക്കാണ് ആൾക്കാർ കൊണ്ടുവന്നാണ് പറഞ്ഞത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വെയിലില്ല, എന്നാലും വെയിലുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നടക്കാൻ. വെയിലില്ല. മറ്റേ തമിഴ്നാട്ടിൽ പോകാൻ നേരത്ത് പൊള്ളണ പോലത്തെ വെയിലായിരുന്നു, മുഖത്തേക്ക് കടിക്കാനായിരുന്നു. അങ്ങനത്തെ സീനില്ല, ഒരു പ്രത്യേക ക്ലൈമറ്റാ. നല്ല കാറ്റുണ്ട്, പിന്നെ വിൻമില്ല ഫുള്ള്. കാണാൻ നല്ല രസം കേട്ടോ, കാണിച്ചു തരാം. ഫുള്ള് വിൻമില്ല, നൈസാണ്. ഈ
ഫോൺ ഇങ്ങോട്ടേക്ക് അടിക്കുക, അത്രയും കാറ്റുണ്ട് ഇവിടെ. എന്തെങ്കിലും വണ്ടി നോക്കണം. വണ്ടികൾ വരുന്നുണ്ട്, കുറവാണ്. പക്ഷേ ഈ ഇതില് ഏതെങ്കിലും വണ്ടിക്ക് ഒന്ന് കൈയടിച്ച് നോക്കണം. കിട്ടിയാ കിട്ടി, ഇല്ലേ ഇല്ല. ആ ഒരു സെറ്റപ്പാണ്. നടന്നു ഈ റോട്ടിക്കാണ് നടന്ന റോഡ് ഇവിടെ വെച്ച് തീർന്നു പോയി. പിന്നെ ഇവിടെ ഇങ്ങനെ സ്ഥലവും റെയിൽവേ ട്രാക്കും, പിന്നെ അപ്പുറമാണ് റോഡ്. ഇനി ആ റെയിൽവേ ട്രാക്ക് കേറി അപ്പുറം നടക്കണം. പക്ഷെ ഇവിടെ കാറ്റും രക്ഷ. കാറ്റെന്നൊക്കെ പറഞ്ഞ പണ്ടാരം കാറ്റാ, ഭയങ്കര കാറ്റാ, നടക്കാൻ പറ്റുള്ള കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ ചാടണ്ട. കാട് വഴിയാണ്. ഒന്നും കാര്യങ്ങളുവാ. അപ്പുറം പോയിട്ട് മുള്ളു പറിച്ചാളെ. ഇത് കുളം പോകുന്ന സ്ഥലത്തെത്തി. കാന കാന ട്രാക്ക് ക്രോസ് ചെയ്ത് പോവാണ്. ഞാൻ അവിടെ ഇതിലേക്കട ആ നമ്മളിപ്പോ നടന്ന് ധവനഗിരി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മഴക്കാറ് കാണുന്നുണ്ട്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും വണ്ടി കയറാൻ നോക്കണം. തീർത്തിട്ട് നോക്കിയാണ് പട്ടി ധവനഗിരി അല്ലേ? സ്ഥലത്തൊന്നും അറിയാൻ പാടില്ല. നല്ല മഴക്കാറും കാര്യങ്ങളും പറ്റില്ലടാ. ഇനിയിപ്പോ ഹൈവേയിലാണ് ഇത്, പൂനെ ബാംഗ്ലൂരു ഹൈവേ. മഴക്കാറ് കാണിച്ചുതരാം. നല്ല മഴക്കാറ് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വണ്ടി കയറി കൂടി ഇവിടുന്ന് കിടക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ ഉള്ള മഴ മുഴുവൻ നനയും. എങ്ങനെയും കാര്യം റെയിൻകോട്ടൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രയോജനം ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോ നല്ല വെയിലായിരിക്കും പെയ്യുക. ഇവിടെ കേറി നിൽക്കാൻ പോലും സ്ഥലമില്ല, അതാണ് ഒരു വിഷയം. പിന്നെ കാറ്റ് സഹിക്കാൻ പറ്റൂല. ഞങ്ങള് നടന്നു വരാൻ നേരത്ത് ആദ്യം ഒന്ന് മാപ്പ് നോക്കേണ്ടേ. മാപ്പ് നോക്കാൻ നേരത്ത് ഇവിടെ റോഡ് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഹൈവേ പിടിച്ച് നേരെ പോവാന്നുള്ള സെറ്റപ്പില്. ഞങ്ങൾ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ റോഡില്ല, തീർന്ന്. ഗൂഗിൾ മാപ്പിൽ റോഡ് ഉണ്ട്, പക്ഷെ ഇവിടെ നിലവിൽ റോഡ് പണിതുകൊണ്ടിരിക്കണേ ഉള്ളൂ. പണിതുകൊണ്ടിരിക്കുന്ന റോഡാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് ഇവിടെ റോഡാണ് എന്നുള്ള സെറ്റപ്പിൽ. എന്ത് അപ്ഡേഷൻ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണല്ലോ. നടക്കാണ് തന്നെ. ഒരു 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ 2 കിലോമീറ്റർ നടന്ന്. ഇനി ഉണ്ട് നടക്കാൻ. അങ്ങനെ ഞങ്ങൾ അവസാനം ഹൈവേയിൽ എത്തിയുണ്ട്. ആലൂരിപ്പാത. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവരോട് ചോദിച്ചു നോക്കണം ഒന്ന് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം വരെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് തെറ്റില്ല, കയറ്റോ എന്നുള്ള രീതിക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയില് മനസ്സിലാവണമെന്ന് അറിയില്ല, നല്ല കാറ്റാണ് ഇവിടെ, നടക്കാൻ പറ്റാറില്ല. സൈഡിലോട്ട് മാറി പോവാ കാറ്റടിച്ചിട്ട്. അത്രയ്ക്ക് കാറ്റാ ഇല്ലേക്കട. ഇപ്പം വണ്ടി കൂടി പോവാൻ നേരത്ത് പുറകിലോട്ട് വീണ് പോവാ. ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന സ്ഥലം കണ്ടിതാകുന്നുണ്ടോ? അത്രയ്ക്ക് കാറ്റാ. നടക്കാനായിട്ട്